5200 1943 ഉപയോഗിച്ചുള്ള ഒരു ട്രാൻസിസ്റ്റർ ആമ്പിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. എല്ലാം യൂസ്ഡ് ആണ്. ഇത് പഴയ ഒരു ആമ്പിൻ്റെ സിങ്ക് ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ച ഈ ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം തന്നെ യൂസ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഐസൊലേറ്ററൊക്കെ വെച്ച് അത്യാവശ്യം കമ്പൗണ്ട് ബേസ്റ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ വേണം സ്ക്രൂ ചെയ്യാനും ഫിറ്റ് ചെയ്യാനും. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നേരെ കൊണ്ട് ചെയ്തിട്ട് ഫിറ്റ് ചെയ്താൽ പോരാ, അതിൻ്റെ കാര്യങ്ങൾ കുറേ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഫ്യൂച്ചർ വീഡിയോസിൽ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഫസ്റ്റ് പെയർ എന്ന് പറയുന്നത് 5 എണ്ണം 5200 ആണ്. അടുത്തത് 1943 ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലാണ് നമ്മൾ പാരലൽ ചെയ്തിട്ട് മറ്റൊരു ഡ്രൈവർ ബോർഡ് വെച്ച് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ പിന്നൗട്ട് എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് പിൻ ബേസ്, പിന്നെ കലക്ടർ, എമിറ്റർ. അതേപോലെ തന്നെയാണ് NPN-ഉം PNP-യും സെയിം പിന്നുകളാണ്. ഈ ഫസ്റ്റ് പിൻ ബേസ് ആണ്. അപ്പോൾ ബേസ് എല്ലാം നമുക്ക് കണക്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഇതേപോലെ ഞാൻ മുകളിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ബേസുകളൊക്കെ കണക്ട് ചെയ്യുക. ബേസിലേക്ക് നമുക്ക് റെസിസ്റ്റേഴ്സ് വരാണ്ട് സർക്യൂട്ടിൽ കാണിച്ചിരിക്കുന്ന പോലെ ബേസിലേക്ക് നമുക്ക് ഡ്രൈവർ ബോർഡിൽ നിന്നുള്ള റെസിസ്റ്റേഴ്സ് ഈ പോയിന്റുകൾ കൊടുക്കണം. രണ്ടാമത്തെ കലക്ടർ പിന്നാണ്, അതിലേക്കാണ് വോൾട്ടേജ് വരുന്നത്. ഇതേപോലെ റെസിസ്റ്റർ ബേസിൽ കൊടുക്കും. അതേപോലെ കലക്ടറിൽ നമുക്ക് ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് സ്പീക്കർ ഔട്ടിന് വേണ്ടിയിട്ടുള്ള റെസിസ്റ്ററും കൊടുക്കും. അപ്പോൾ അന്നത്തതിന് ശേഷം പിന്നീട് ഒരു സമയം കിട്ടിയപ്പോഴാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അത് സോൾഡറിങ് ചെയ്യുന്നതൊന്നും വീഡിയോ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ. നിങ്ങൾ നോക്കുക, എമിറ്റർ കംപ്ലീറ്റ് നമ്മൾ റെസിസ്റ്റർ വെച്ചിട്ട് ഇതേപോലെ കോമൺ ആയിട്ട് ഔട്ട്പുട്ട് എടുത്തിട്ടുണ്ട്. അതാണ് നമ്മളെ സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ 5200 എന്ന് പറയുന്നത് PNP സൈഡാണ്. അതേപോലെ ഇത് NPN-ഉം 5200യുടെ കലക്ടറിലേക്കാണ് വോൾട്ടേജ് വരുന്നത്. അതായത് പോസിറ്റീവ് വോൾട്ട് ഇവിടെ എത്തും. അതുപോലെ NPN-ൻ്റെ കലക്ടറിലേക്ക് നെഗറ്റീവ് വോൾട്ടേജും വരും. പിന്നെ ഡ്രൈവറുടെ ഔട്ട്പുട്ട് ബേസിൽ രണ്ടിലേക്കും ഒരു റെസിസ്റ്റർ വഴി കയറും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സിമ്പിളാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ ട്രാൻസിസ്റ്ററിൻ്റെ റെയിൽ ചെയ്യാൻ. പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തതാണ് ഇതിൻ്റെ പ്രധാന ഘടകം, നമ്മുടെ ഡ്രൈവർ നന്നാവണം. ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടെ ഡ്രൈവർ ബോർഡിനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അതായത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ രൂപത്തിലൊന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു കുറച്ച് വെച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇഷ്ടംപോലെ ഡ്രൈവർ ബോർഡുകൾ കിട്ടാനുണ്ട്. അപ്പോൾ പിന്നെ അത് കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് ഇത്ര പവർ സപ്ലൈയും മറ്റ് ഗെയിനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ടിലോട് എത്രയാണ്, നമ്മൾ ഔട്ട്പുട്ടിൽ എത്ര ട്രാൻസ്ഫർ ഉപയോഗിക്കുന്നു, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡ്രൈവർ ബോർഡ് വേണമെന്ന് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റും. അതേ ഡ്രൈവർ ബോർഡ് നമുക്ക് സെലക്ട് ചെയ്ത് ഓൺലൈനിലോ അല്ലാതെ വാങ്ങാൻ കിട്ടും. ഏറ്റവും കൂടുതൽ ഓൺലൈനിലാണ് കിട്ടുന്നത്. ആമസോൺ പോലെയുള്ള ഫ്ലിപ്കാർട്ട് പോലെയുള്ളതിലൊക്കെയാണ് ഈ ഡ്രൈവർ ബോർഡ് കിട്ടാനുള്ളത്. അല്ലാതെ നാട്ടിൽ പെട്ടെന്ന് കിട്ടാനില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ടെസ്റ്റിങ്ങും വർക്കിങ്ങും കാണണ്ടേ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഉപയോഗിച്ചിട്ടുള്ളത്, പവർ സപ്ലൈ, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് ഡ്രൈവ് ചെയ്യാൻ ഈ SD ഓഡിയോടെക്കിൻ്റെ ഈ ഡ്രൈവർ സ്റ്റേജാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന പഴയ ട്രാൻസിസ്റ്റേഴ്സ് ഇതിൽ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഔട്ട്പുട്ട് കത്തിപ്പോയതാണ്. അത് ഔട്ട്പുട്ട് ആരോ ഷോർട്ട് ചെയ്തതിൽ കത്തിപ്പോയിട്ട് റിട്ടേൺ എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ മറ്റൊരു ബോർഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഔട്ട്പുട്ട് സ്റ്റേജാണിത്. അതായത് നല്ല രീതിയിൽ നല്ല ഒരു ക്ലാരിറ്റിയിൽ നല്ല സൂപ്പറായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ടൈപ്പ് ഒരു ഡ്രൈവർ സ്റ്റേജ് അത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് ഇതുപോലെ പാരലൽ ചെയ്ത് നോക്കിയാൽ നല്ല എഫക്റ്റ് കിട്ടുന്നൊരു തോന്നലുണ്ടായി. ഞാൻ അവരോട് സംസാരിച്ചതിൽ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇതിൽ 4 എണ്ണം ഉണ്ടായിരുന്നത്, 2 5200, 2 1943. അപ്പോൾ അത് വെച്ചിട്ട് 50 വോൾട്ട് സപ്ലൈയിൽ 300 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള നിലക്കുള്ള ബോർഡായിരുന്നു ഇത്. ഇത് നിങ്ങൾക്ക് ഇപ്പോഴും വാങ്ങാൻ കിട്ടും. SD ഓഡിയോടെക് തിരുവനന്തപുരത്തുള്ളതാണ്. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള കണക്ഷൻ മൊത്തത്തിൽ നമ്മൾ ഇവിടുന്ന് അവിടെ എടുക്കുകയാണ് ചെയ്തത്. അതായത് ഇവിടെ എല്ലാം പാരലൽ ചെയ്തിട്ടാണ് എല്ലാ ട്രാൻസിസ്റ്റേഴ്സും ഉണ്ടാവുക. അപ്പോൾ പാരലൽ ചെയ്ത് നമ്മളിവിടെ ഔട്ട്പുട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് പാരലൽ ചെയ്തിട്ട് ഈ കണക്ഷൻസ് നേരെ അവിടെ കൊടുത്തു. നിങ്ങൾക്ക് ആർക്കും ആലോചിച്ച് ചെയ്യാവുന്ന വളരെ സിമ്പിൾ സംഭവമാണ്. അതുപോലെ ഗ്രൗണ്ട് നമ്മളിവിടെ സ്പീക്കറിലേക്കുള്ള ഗ്രൗണ്ട് ഈ പോയിന്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അതായത് സപ്ലൈയുടെ ഗ്രൗണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയത് ബേസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് VI ഓഡിയോയുടെ ഒരു സബ് ഫിൽറ്റർ സബ്സോണിക് ഒക്കെ ഉള്ള ടൈപ്പ് നമ്മളന്ന് എടുത്തിരുന്നു, റിവ്യൂ ഒക്കെ ചെയ്തിരുന്നു. ആ ബോർഡാണിത്. ഇനി ഇതിൻ്റെ പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സപ്ലൈ ആണ്. ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫിൽറ്റർ ബോർഡിനുള്ള സെപ്പറേറ്റ് ട്രാൻസ്ഫോമറാണ്. ഇതാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ രീതിയിൽ കൊണ്ട് പൊക്കാൻ കഴിയാത്ത അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. ഇത് സോണിയുടെ ഒരു സിസ്റ്റത്തിൽ വന്നാണ്. അപ്പോൾ ഇതിൻ്റെ കോർ എന്ന് പറയുന്നത് ഇപ്പോൾ 4 ഇഞ്ച് കോറ്
അതേപോലെ തന്നെ 4 കോറാണുള്ളത്. അപ്പോൾ ഇതൊരു 50 വോൾട്ട് സപ്ലൈ കിട്ടുന്നുണ്ട്. അതേപോലെ 35 വോൾട്ടോളം 2 തരം ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ കാണുന്നതാണ് ഈ ഏരിയയിലാണ് സപ്ലൈ ഔട്ട്പുട്ട് ഉള്ളത്. അപ്പോൾ ഞാൻ തൽക്കാലം നമുക്കിപ്പോൾ ടെസ്റ്റ് എന്ന നിലയ്ക്ക് എക്സ്പെരിമെൻ്റ് എന്ന നിലയ്ക്ക് ഒരു 10,000 മൈക്രോവാട്ട് 63 വോൾട്ടിൻ്റെ കപ്പാസിറ്ററും ഒരു സാധാരണ റെക്ടിഫയർ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇത് റെക്ടിഫൈ ചെയ്ത് ഈ ബോർഡിൽ ചെക്ക് ചെയ്യുന്നത്. അതായത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കാതെ കംപ്ലീറ്റ് നമ്മൾ യൂസ്ഡ് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന കംപ്ലീറ്റ് ട്രാൻസ്ഫേഴ്സും ഞാൻ ഒപ്പിച്ച് എങ്ങനെയാ വെച്ചാൽ ഇവിടെ സർവീസിന് വരുന്നതിന് ഇപ്പോൾ ഒരു പെയർ അല്ലെ 2 പെയർ ബ്രിഡ്ജ് അങ്ങനെ പലതരത്തിൽ ഔട്ട്പുട്ട് പോയാൽ നമ്മൾ ട്രാൻസ്ഫേഴ്സ് ഔട്ട്പുട്ടിലുള്ള കംപ്ലീറ്റ് മാറ്റിക്കളയും, പുതിയതിടും. അതിനകത്ത് ഇപ്പം 3 ഇതിലിപ്പോൾ 4 അല്ലെങ്കിൽ ഈ 3 എണ്ണം പോയാൽ 1 ബാക്കി വരും. ആ 1 ബാക്കി വരുന്നത് ഇവിടെ എടുത്ത് വെക്കും. അങ്ങനെ എടുത്ത് വെച്ച് അങ്ങനെ കിട്ടുന്നതാണ് ഈ യൂസ്ഡ് ട്രാൻസ്ഫേഴ്സ്. ആ നല്ലത് മാത്രം എടുത്തിട്ടാണ് ഈ 16 ട്രാൻസ്ഫേഴ്സ് ആയത്. അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വർക്ക് എടുക്കുന്നവർക്ക് ഇതിലും കൂടുതൽ യൂസ്ഡ് ട്രാൻസിസ്റ്റേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5198 അല്ല അതിലും മേലെ ഏതെങ്കിലും കൂടെ ടൈപ്പ് ഉപയോഗിച്ചിട്ട് കൂടുതൽ പവർഫുൾ ആംപ്ലിഫയർ ഇത് വെച്ച് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി വോൾട്ടേജ് ചെക്ക് ചെയ്യാം, നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം. ഇതിൽ ഞാൻ ഇൻപുട്ട് കൊടുത്തിട്ടുള്ള ഏരിയയാണ് ഈ കാണുന്നത്. ഈ RCA സോക്കറ്റിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ലാപ്ടോപ്പിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഒരേ ഒരു ഇൻഡിക്കേറ്റർ ഉള്ളൂ. ഈ സബ് ഫിൽറ്ററിന് മുകളിലുള്ള LED ഓൺ ആവും. അപ്പോൾ അതിലൂടെ നമുക്ക് ഇത് ഓൺ ആയെന്ന് മനസ്സിലാക്കാം. മൾട്ടിമീറ്റർ ഞാൻ 200 ഇട്ടുണ്ട്. ഇപ്പോൾ പ്ലഗ് ഇൻ ചെയ്യാൻ പോണേ. അപ്പോൾ കണ്ടല്ലോ അവിടെ VAയുടെ ഇൻഡിക്കേറ്റർ എത്തി. ഇതാണ് ഇപ്പോൾ ഡയറക്റ്റ് ഔട്ട്പുട്ട്, അതായത് ആമ്പിൻ്റെ ഡയറക്റ്റ് ഔട്ട്പുട്ട്, സബ് വൂഫറിൻ്റെ ഔട്ട്പുട്ട് അല്ല. അത് ഏരിയയിൽ നമ്മൾ ഇവിടെ വോളിയം കൺട്രോൾ വെച്ചുകൊണ്ട് ഒരു ലെവലിലാണ് വരിക. ഓക്കെ, അപ്പോൾ എത്ര വോൾട്ടേജിലാണെന്ന് അറിയണമെങ്കിൽ നമ്മളിവിടെ കപ്പാസിറ്ററിൽ വെച്ച് ചെക്ക് ചെയ്യാം. ഈ ഏരിയയിൽ മൈനസ് വോൾട്ടേജാണ്, -64 വോൾട്ടാണ്. അതേപോലെ +64 വോൾട്ട്. അപ്പോൾ ശരിക്കും പോസിറ്റീവ് ടു നെഗറ്റീവ് 128 വോൾട്ട്. ഈ 128 വോൾട്ട് നിങ്ങൾക്ക് 230 വോൾട്ട് വരെ പോകാം മാക്സിമം എന്നാണ് പറയുന്നത്. മീൻസ് 230 ആക്കരുത്, ഒരു 200 210 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇത് നമ്മൾ കൊടുത്തുള്ള 12 വോൾട്ടിലാണ്. ഇതിപ്പോൾ 63 വോൾട്ട് 64 വോൾട്ടാണ്. ഇപ്പോൾ ± 128 വോൾട്ടാണ് വരുന്നത്. അതിൽ നമുക്കിത് ഒന്ന് പ്ലേ ചെയ്ത് ചെക്ക് ചെയ്യാം. ഫുൾ കുറച്ചു. ഇപ്പോൾ ചാനൽസ് ആട്ടോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. സൂപ്പറല്ലേ? ലൈറ്റ് ചൂടുള്ള ചെറിയ ഓളേ വെച്ചുള്ളൂ. ഇനി വോളിയം കൂട്ടിയാൽ ഓവറല്ലേ? വോ, ചൂട് കൂടും. ഇത്ര വോൾട്ടേജ്, നമുക്ക് വോൾട്ടേജ് നോക്കാം. ഏറ്റവും ലോഡാണ്. അപ്പോൾ അത് ഡ്രോപ്പ് ആവുന്നുണ്ടോ? അപ്പോൾ വർക്കിംഗ് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ഏകദേശം കണ്ടു. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം പറയാനുണ്ടാവും. അതായത് ഇത് എത്ര വോൾട്ടേജ് കൊടുക്കാമായിരുന്നു, ഇത്ര വോൾട്ടേജ് കൊടുക്കാൻ പാടില്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാം, അങ്ങനെ ഇത് ശരിയായി അത് ശരിയായില്ല, അങ്ങനത്തെ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം. ഇതിൽ ഇനി പിന്നെ പറയാനുള്ളത് ഇതിൽ എത്ര സേഫ് വോൾട്ടേജ്, സേഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണെന്ന് നോക്കാം. അതേപോലെ ഇത് ഏത് തരം ഡ്രൈവറും, അതായത് ഡ്രൈവർ സ്റ്റേജിന് ഏത് തരവും ഇത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏത് തരം ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏതൊരു
ബോർഡും നമുക്ക് മറ്റ് എക്സ്ട്രാ ട്രാൻസിസ്റ്റേഴ്സ് ഡ്രൈവ് ചെയ്യാൻ ഉപയോഗിക്കാം. വളരെ എണ്ണത്തിൽ കൂടുതൽ, അതായത് ഇപ്പോൾ ഒരു 70, 80, 90 അല്ലെങ്കിൽ 100+ 100ലേറെ വോൾട്ടേജ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരികയാണ്, ഈ ട്രാൻസിസ്റ്റേഴ്സിന് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഡ്രൈവർ ബോർഡിന് വേണ്ട രീതിക്ക് മാറ്റി കൊടുക്കുക, അതാണ് വേണ്ടത്. അതായത് ഡ്രൈവറിന് ഇപ്പോൾ 35 to 50 വോൾട്ട് മതിയെങ്കിൽ നമുക്കിപ്പോൾ ഈ സെക്ഷനിലേക്ക് ഒരു 100 and something വേണ്ടി വരും. ആ 2 സെക്ഷൻ വോൾട്ടേജ് ആയിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്, ഏറ്റവും വലിയ വെല്ലുവിളി വരിക ഇതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ സേഫസ്റ്റ് വോൾട്ടേജ് റേറ്റിംഗ് ഏതാണെന്ന് എല്ലാവർക്കും സംശയമുണ്ട്, എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സേഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഈ ട്രാൻസിസ്റ്റേഴ്സിന് വേണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പലതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഗെയിൻ, അതായത് സർക്യൂട്ട് ഡിസൈൻ, നമ്മുടെ ഡ്രൈവർ ബോർഡിൻ്റെ ഡിസൈൻ, പിന്നെ നമ്മുടെ കൂളിംഗ് ഫാക്ടർ, ഏത് തരത്തിൽ എത്രത്തോളം കൂളാവും ആ രീതിയിൽ എല്ലാത്തിനും ആശ്രയിച്ചാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സേഫ് വോൾട്ടേജ് റേറ്റിംഗ്, സേഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് വരിക. അതിപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചുള്ള ഹീറ്റ് സിങ്ക് വളരെ ചെറുതാണ്, അത് പോരാ അതിന്. പക്ഷേ ശരിക്കും അതിൻ്റെതായ വോൾട്ടേജ് നമ്മൾ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൂളിംഗ് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. തെർമൽ സെൻസർ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നല്ല സേഫായിട്ട്, അതായത് നമ്മളെ സെക്യൂറായി നിർത്തുന്ന രൂപത്തിലായിരിക്കണം സർക്യൂട്ട്, എന്നിട്ടേ നമുക്ക് അത് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 52001943 ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസ് കളക്ടർ എമിറ്റർ എന്നുള്ളതിൽ VCE മാക്സിമം വോൾട്ടേജ് പറ്റുന്നത് 230 വോൾട്ടാണ്. പക്ഷേ 230 വോൾട്ട് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ഇത് ചെയ്താൽ ഇതൊന്നായിട്ട് കത്തിപ്പോകും. നമ്മൾ മാക്സിമം പോയാൽ 90 വോൾട്ട് മാക്സിമം കൊടുക്കാം, മാക്സിമം 90 വോൾട്ട്. ഇപ്പോൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ SD ഓഡിയോ ടെക്കിൻ്റെ ആ ബോർഡിൽ കൊടുത്തിട്ടുള്ള അതിനകത്തുള്ള ഡ്രൈവർ സ്റ്റേജ് ആ 4 ട്രാൻസിസ്റ്റർ ഡ്രൈവ് ചെയ്യാനുള്ള രൂപത്തിലുള്ളതെന്നാണ് ഈ 10 ട്രാൻസിസ്റ്റർ ഡ്രൈവ് ചെയ്യുന്നത്. അതൊരു ശരിയായ രീതിയല്ല, ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലക്കാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം നമുക്ക് അത് നമ്മളെ വേണ്ട ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതിനുള്ള ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലക്കാണ് ഈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഈ രീതിയിൽ ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് മറ്റൊരു ബോർഡിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എക്സ്ട്രാ ട്രാൻസിസ്റ്റേഴ്സ് പാരലൽ ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് പറ്റുമെന്ന് പ്രൂവ് ചെയ്യാനുള്ളതാണ് ഈ വീഡിയോ. അങ്ങനെ ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലേ എന്നുള്ള ആ ചോദ്യങ്ങളിലല്ലോ. കുറച്ച് നേരം ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ബേൺ ആവോ, സ്പീക്കർ പോവോ, അല്ലെങ്കിൽ നമ്മളെ ആംപ്ലിഫയർ, അതായത് നമ്മളെ ഔട്ട്പുട്ട് സ്റ്റേജ് പോവോ, നമ്മൾ ഡ്രൈവർ സ്റ്റേജ് പോവോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് മാസങ്ങളായിട്ട്, ഫെബ്രുവരി ഷൂട്ട് ചെയ്താൽ പറഞ്ഞല്ലോ, മാസങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല പെർഫോമൻസിലാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്, ഒരു പ്രശ്നവും വരാനില്ല. എത്ര വോൾട്ടേജാണ് അതിൽ DC ഇപ്പോൾ കൊടുക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു. അപ്പോൾ ഏകദേശം 2 സബ് അതിലേറെയൊക്കെ ഞാനിവിടെ ഏറ്റവും ലോഡിൽ ഇത് വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്, യാതൊരു പ്രശ്നമില്ല. നല്ല ഹീറ്റാവും, ഈ സിങ്ക് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയാൽ സ്പീക്കർ പോവാം, ഔട്ട്പുട്ട് പോവാം. ഇതൊരു പോക്ക് പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അത് മാക്സിമം സേഫാക്കി നിർത്താനാണ് ഇപ്പോൾ ഞാൻ അടുത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തിട്ട് അത് കൺഫേം ആക്കിയതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗെയിൻ ഇത്രയും ട്രാൻസിസ്റ്റേഴ്സ് കൊടുക്കുമ്പോൾ വേണം, ആ ഡ്രൈവർ ബോഡിയിൽ നിന്ന് വരണം, അതുപോലെ അന്നേരം ഔട്ട്പുട്ടിലുള്ള ആ ഗെയിൻ ഡ്രൈവർ ബോർഡിൻ്റെ ഔട്ട്പുട്ടിലുള്ള ട്രാൻസിസ്റ്റർ മാറ്റേണ്ടതുണ്ടോ, അങ്ങനെ മാറ്റുകയാണെങ്കിൽ ഏത് തരം ക്യാരക്ടറിസ്റ്റിക് ഉള്ള ട്രാൻസിസ്റ്റർ അതിൽ ഇടാം. അപ്പോൾ അത് ഇത്രയും ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ടിൽ വരുമ്പോൾ അതിനെ ഡ്രൈവ് ചെയ്യാൻ ശരിക്കും ഏതൊക്കെ തരം ട്രാൻസിസ്റ്റേഴ്സ് ഉപയോഗിക്കാം ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കൂളിംഗ് എത്രത്തോളം വേണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് സേഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഏതാ വേണ്ടി വരാമെന്ന് തീരുമാനമുള്ളൂ. അത് 100% നമ്മൾ സെക്യൂർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം വോൾട്ടേജിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് വോൾട്ടേജ് ഉണ്ടാവും, സേഫ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് ഇനി ഇതിൽ വരുന്ന എക്സ്പെരിമെൻറ്റുകളിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഉണ്ടാക്കി മെനക്കെടുക, അധ്വാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് റിസ്ക് അല്ലേ, ഇത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുണ്ടാക്കണം. അതേ സമയം ഇതേപോലെ പെർഫോം ചെയ്യുന്ന, നല്ല സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാ സേഫ്റ്റി മെഷേഴ്സും ഉള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയാലോ, നിങ്ങൾ നേരിട്ട് വാങ്ങിയാണ്ട് ഉപയോഗിക്കാം. ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കാം, അതല്ല വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കാം.